ഫ്രണ്ട്സ്, നമുക്കിന്ന് കണ്ടിൽ ക്ലൗണ്ടൊക്കെ ആയിരിക്കണം അങ്ങനത്തെ ഒരു ടേബിൾ ലാമ്പ് ഉണ്ടാക്കിയാലോ. അതിന് വേണ്ടിയിട്ടാണ് ഞാനൊരു 4A4 ഷീറ്റ് എടുക്കുന്നുണ്ട് കേട്ടോ. അതിന്മേ ഒരു 1 സെൻറ്റിമീറ്റർ വിട്ടതിന് ശേഷം ഒന്ന് ഫുള്ളായിട്ടൊന്ന് ലൈൻ ചെയ്തെടുക്കുന്നുണ്ട്. ആ ലൈൻ ചെയ്യുമ്പോൾ വെച്ചിട്ട് ഞാൻ ഫിഷറി പോലെ ഒന്ന് മടക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ലൈൻ ഇടുന്നത് ഒന്ന് പെർഫെക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ, നീറ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഞാൻ ആ 4 പേപ്പറും കൂടി ഒന്ന് കൂട്ടിയിട്ടിക്കുന്നുണ്ട് കേട്ടോ. അതിന് വേണ്ടി ഞാൻ യൂസ് ചെയ്യുന്നത് ഫെവിക്കോളാണ് കേട്ടോ. അതിൻ്റെ ശേഷം ഞാൻ ഒരു ഡബ്ബയും ഒരു PVC പൈപ്പ് കൊടുക്കുന്നുണ്ട് കേട്ടോ. ആ PVC പൈപ്പിൻ്റെ വിത്തിൽ ആ ഡബ്ബമ്മേനെ ഒരു ഹോൾട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാനതൊക്കെ ഒന്ന് ഒരു വൈറ്റ് പെയിൻറ്റ് വെച്ചൊന്ന് കളർ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ മടക്കി വെച്ചതിൻ്റെ ആ ഷീറ്റ് എടുത്തതിൻ്റെ ശേഷം ഒരു 1 സെൻറ്റിമീറ്റർ ലെങ്ത്ത് വിട്ടതിന് ശേഷം ഫുള്ളായിട്ടൊന്ന് ഹോൾട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഹോൾ പഞ്ച് വെച്ച് ആ ഷീറ്റ് മൊത്തമായിട്ടൊന്ന് ഹോൾട്ട് കൊടുക്കണം കേട്ടോ. അതിൻ്റെ ശേഷം ആ പേപ്പറുകൾ രണ്ടിൻ്റെ അറ്റം തമ്മിലൊന്ന് ഒട്ടിച്ച് കൊടുക്കണം കേട്ടോ. നമ്മളൊരു റൗണ്ടൊക്കെ പോലെ കിട്ടുന്ന പോലെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കുക കേട്ടോ. അതിൻ്റെ ശേഷം ഞാനൊരു ഈർമ്പെടുക്കുന്നുണ്ട് കേട്ടോ. ഈർമ്പെടുത്തതിൻ്റെ ശേഷം ആ ഹോളിൽ കൂടിയൊക്കെ ഒന്ന് കറക്റ്റായിട്ട് തന്നെ ഒരു ഹോൾ പോലും മിസ് ചെയ്യാത്ത രീതിയിൽ ഒന്ന് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ. അത് പിന്നെ ഒന്ന് വലിച്ചു കൊടുക്കുക, അപ്പോൾ ഈ ഒരു ഷേപ്പിൽ കിട്ടും കേട്ടോ. അതിൻ്റെ ശേഷം ഒന്ന് നല്ല രീതിക്കൊന്ന് ടൈ ചെയ്യുക. അപ്പോൾ ഈർമ്പം തന്നെ എടുക്കണം എന്നൊന്നുമില്ല കേട്ടോ, സാധാരണ നൂലെടുത്താലും മതി കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ. പിന്നെ നമ്മൾ ആ ഡബ്ബയിലേക്ക് ആ PVC പൈപ്പ് ഒന്ന് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. പിന്നെ ഞാനൊരു ഫെയറി ലൈറ്റും പിന്നെ എൻ്റെ കയ്യിലുണ്ടായിരുന്നൊരു LED ലൈറ്റും കൂടി ഒന്ന് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതാണ് കേട്ടോ ലുക്ക് വരുന്നത്, ഫൈനൽ ലുക്ക് അതാണ് വരുന്നത്. അപ്പോൾ ഇത്രയും കഷ്ടപ്പെട്ടല്ലേ, ഒരു ലൈക്കെങ്കിലും തരിക. പിന്നെ നിങ്ങൾക്ക് നമ്മളെ വീഡിയോസൊക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യാം കേട്ടോ. അപ്പോൾ അതാണ് കേട്ടോ നൈറ്റ് ലുക്കിൽ ഇങ്ങനെയായിട്ട് വരുന്നത്. അപ്പോൾ ഓക്കെ, ബൈ.